ഹലോ ഗൈസ്, കുറച്ച് മഞ്ഞ് കാണാൻ വേണ്ടിയിട്ടാണ് സ്കോട്ട്ലൻഡ് പോകാമെന്ന് വെച്ച് നോക്കിയപ്പോഴത്തേക്കിന് അത്ര നാളില്ലാത്ത മഞ്ഞായിരുന്നു അന്ന് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നത്. ഞങ്ങൾ യാത്ര തിരിച്ചു. 6.5 മണിക്കൂറായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നെങ്കിലും 6.5 തൊട്ട് 9 മണിക്കൂർ വരെ എടുത്തു നമ്മളിവിടെ എത്താനായിട്ട്. കാരണം റോഡൊന്നും അത്ര നല്ലതല്ലായിരുന്നു. ഐസ് ആയതുകൊണ്ട് തന്നെ 20 സ്പീഡിലൊക്കെ വേണമായിരുന്നു നമുക്ക് പോകാനായിട്ട്. ഭർത്താവ് നല്ലപോലെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു വണ്ടി ഓടിച്ച്. പക്ഷേ കുഴപ്പമില്ല, ഞാൻ എടുത്തുണ്ടല്ലോ, ഇടയ്ക്ക് 2 ഹോണൊക്കെ അടിച്ചു കൊടുത്തോളാം. അങ്ങനെ ഞങ്ങൾ ഒരു 3-4 പ്ലേസിൽ ഞങ്ങൾ നിർത്തിയിട്ടാണ് പോയത്, ബ്രേക്ക് എടുത്തിട്ടാണ് പോയത്. ഷോപ്സിൽ, ഗ്രെക്സ്, KFC അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കയറിയത്. അല്ലാതെ നമ്മുടെ ഫുഡ് എവിടെയും കിട്ടാൻ യാതൊരു വഴിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ എഡിൻബ്ര കയറി. രാത്രി ആയപ്പോഴത്തേക്കിന് ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ എഡിൻബ്ര കയറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെടുത്ത സ്റ്റേക്കേഷനിലെ മാപ്പ് നോക്കിയപ്പോഴത്തേക്കിന് കൊച്ചിയിൽ നിന്ന് ഒരാൾ, അതായത് രണ്ടാമത്തെ മലയാളി ഈ വീട്ടിലെ ഞങ്ങളാണെന്ന്. ഇതാണ് ഞങ്ങളുടെ സ്റ്റേക്കേഷൻ. അടിപൊളിയായിരുന്നു. റൂമും ഹോളും അതുപോലെ തന്നെ കിച്ചണും ബാത്റൂം ഏരിയയും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കുറച്ച് സീരിയൽസും കാര്യങ്ങളും അവർ ഓൾറെഡി കരുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വരുന്ന ടൈം നോക്കിയിട്ടായിരിക്കാം അവർ കുറച്ച് പേസ്ട്രീസും അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. ബാത്റൂം ആണെങ്കിലും എല്ലാം വളരെ നീറ്റായിരുന്നു. 12 മണിയാകുമ്പോഴത്തേക്കിന് കേക്ക് മുറിക്കണമല്ലോ, അതിനുവേണ്ടി ഞങ്ങൾ തൽക്കാലത്തേക്കിന് ഒരു സ്റ്റിക്കി ടോഫിയുടെ കേക്കാണ് വാങ്ങിയത്. കേക്ക് ബോക്സിൽ നിന്ന് ഞങ്ങൾ കേക്ക് ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്, അപ്പോൾ നാളെ കട്ട് ചെയ്യാനായിട്ടായിരുന്നു. അങ്ങനെ 12 ആയപ്പോൾ സ്റ്റിക്കി ടോഫിയുടെ കേക്കൊക്കെ ഞങ്ങൾ മുറിച്ചു. ജസ്റ്റായിട്ട് ഒന്ന് ചെറിയ സെലിബ്രേഷൻ, അത് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും കട്ട് ചെയ്ത് കഴിച്ചു, കിടന്നുറങ്ങി. ഇനി നാളെ കാണാം ഗൈസ്. ടാറ്റാ, ബൈ ബൈ, താങ്ക് യു.